സുവിശേഷം തരുന്ന പ്രത്യാശ ജീവസുറ്റ രീതിയിൽ പങ്കുവെക്കുന്ന ഒരാളാണ് വിശുദ്ധ പൗലോസ്ലീഹ. തൻ്റെ ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾ ഞെരുക്കപ്പെടുന്നുണ്ട്, എങ്കിലും ഞങ്ങൾ ഭഗ്നാശരാക്കപ്പെടുന്നില്ല. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, എങ്കിലും ഞങ്ങൾ തകർക്കപ്പെടുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, ഈശോയുടെ മരണം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംവഹിക്കുകയാണ്. ഉത്ഥിതനായവൻ്റെ പ്രത്യാശയുമായിട്ടാണ് സഹനങ്ങളെ നേരിടുവാൻ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ വിഷമങ്ങളിൽ ഉത്ഥിതനുള്ള പ്രത്യാശയോടെ ഉറച്ചു നിൽക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത്. നോമ്പിൻ്റെ ദിനങ്ങൾ പ്രത്യാശയുടെ ദിനങ്ങളാവണം. ഉത്ഥിതനിലുള്ള പ്രത്യാശയോടെ മുന്നോട്ട് നീങ്ങുവാൻ തൊട്ടടുത്ത് നിൽക്കുന്നവനെ പ്രേരിപ്പിക്കുന്ന ദിനങ്ങളാവണം. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ സുവിശേഷവൽക്കരണം അതാവട്ടെ. കണ്ടുമുട്ടുന്നവരിൽ ഉത്ഥിതൻ്റെ പ്രത്യാശ നമുക്ക് പകരാം. വിശുദ്ധ ഫ്രാൻസിസ് അസ്സിസിയുടെ പ്രാർത്ഥന പോലെ എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാൻ, നിരാശയുള്ളിടത്ത് പ്രത്യാശ പകരുവാൻ നിന്റെ ദൂതനായി എന്നെ അയക്കണമേ.